ഹലോ ഫ്രണ്ട്സ്, നാട്ടക്കിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇത് ചെയ്യാൻ പോകുന്ന ഒരു മിനി ടേബിൾ ഫാനാണ്. നമുക്ക് ഏതെങ്ങനെയാന്ന് നോക്കാം. വാം. ആദ്യം നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു 4 ഇഞ്ചിൻ്റെ PVC പൈപ്പും 1.25 ഇഞ്ചിൻ്റെ സോക്കറ്റ് എടുക്കാം. 1.25 ഇഞ്ചിൻ്റെ സോക്കറ്റിൻ്റെ നീളത്തിൽ നമുക്ക് നമ്മുടെ 4 ഇഞ്ചിൻ്റെ PVC പൈപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് അടിക്കും എന്തിനാണ് PVC പൈപ്പ് സ്റ്റാൻഡിനെന്ന്. അത് നമ്മൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഇപ്പോൾ നമ്മൾ നമ്മുടെ PVC പൈപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ സോക്കറ്റിൻ്റെ നടുക്കായിട്ട് വെച്ചിട്ടാണ് നമ്മളിനി സിമെൻറ്റ് നിറയ്ക്കാൻ പോകുന്നത്. ഇനി നമുക്ക് കുറച്ച് മണ്ണെടുത്തിട്ട് കുറച്ച് സിമെൻറ്റുമായിട്ട് മിക്സ് ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് ഈ സിമെൻറ്റ് കയ്യെ പറ്റിക്കഴിഞ്ഞാൽ കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഗ്ലൗസോ കവറോ എന്തെങ്കിലും ഇട്ടിട്ട് സിമെൻറ്റ് കുഴയ്ക്കാവുള്ളൂ. നമുക്ക് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കാം. കുറച്ച് മണ്ണെടുത്തിട്ട് അതിലോട്ട് കുറച്ച് സിമെൻറ്റ് ആഡ് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് നമുക്ക് ഒരുപാട് ലൂസാകരുത്, എന്നാലും കുറച്ച് ലൂസാകുന്ന രീതി കുഴച്ചെടുക്കുക. നമ്മളിപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാൻഡിന് കുറച്ച് വെയിറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയാണ്. സ്റ്റാൻഡിന് വെയിറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഫാൻ മറിഞ്ഞു പോകാതിരിക്കത്തുള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മളിപ്പം സിമെൻറ്റ് യൂസ് ചെയ്ത് സ്റ്റാൻഡ് എടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് PVC പൈപ്പ് തന്നെ എടുക്കണമെന്നില്ല, നിങ്ങളുടെ ഐഡിയ നിങ്ങൾക്ക് വേണേൽ ചെയ്യാം. നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ കുഴച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി ഒരു പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലും എടുത്തിട്ട് അതിലോട്ട് നമ്മുടെ PVC പൈപ്പ് വെക്കാം. ആദ്യം 4 ഇഞ്ചിൻ്റെ PVC പൈപ്പ് കട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് അതിലോട്ട് ആദ്യം കുറച്ച് സിമെൻറ്റ് നമുക്ക് നിറച്ച് വെക്കാം. നിറച്ചതിന് ശേഷം ആ 1.25 ഇഞ്ചിൻ്റെ സോക്കറ്റ് നമുക്ക് എൻ്റെ ഭാഗത്തായിട്ട് വെച്ചിട്ട് ബാക്കി സൈഡും ഇതുപോലെ നമുക്ക് സിമെൻറ്റ് വെച്ച് അടച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് സിമെൻറ്റ് ഇട്ട് കൊടുക്കുക. സിമെൻറ്റ് ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളം ഓവറായിട്ടുണ്ടെങ്കിൽ ഈ സിമെൻറ്റ് പിടിച്ചെടുത്തോളും, നല്ല രീതിയിൽ സെറ്റാവുകയും ചെയ്യും. അതിനുവേണ്ടി നമ്മൾ സിമെൻറ്റ് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിനി ഇതൊന്ന് ഉണങ്ങാനായിട്ട് വെക്കാം. ഒരു ദിവസം മാക്സിമം വെക്കാം. ഇനി നമുക്ക് ഇത്തരം ഒരു 1.25 ഇഞ്ചിൻ്റെ ഒരു PVC പൈപ്പ് എടുക്കാം. പൈപ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം എത്ര പൊക്കം വേണമെന്ന്, ഞാനിപ്പം എനിക്ക് ആവശ്യമുള്ളൊരു പൊക്കം എടുക്കണം. അളവൊന്നും എടുക്കുന്നില്ല. ആവശ്യത്തിനുള്ള പൊക്കം എടുത്തിട്ട് അവിടെ വെച്ച് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് ഇനി സൈഡൊക്കെ നമുക്ക്
ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ഇനി നമുക്കൊരു 1.5 ഇഞ്ചിൻ്റെ എൽബോ വേണം. എൽബോ നമുക്കൊന്ന് കയറ്റി വെക്കാൻ, അതിട്ട് കണക്ട് ചെയ്തിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ റെഗുലേറ്റർ വെക്കാൻ വേണ്ടി ഒരു സ്ഥലം ഒന്ന് മാർക്ക് ചെയ്യാം. കുറച്ച് മാറി നമുക്കൊന്ന് റെഗുലേറ്ററിനായിട്ട് ഒരു സ്ഥലം മാർക്ക് ചെയ്യാം. നമ്മൾ ലീഫൊന്നും കയ്യിൽ തട്ടാത്ത രീതി മാറാം. ഇനി നമ്മളൊരു 12 വോൾട്ടിൻ്റെ മോട്ടറും കുറച്ച് വയറും ആവശ്യമുണ്ട്. ഇത് വയറ് അവിടം വരെ ആ റെഗുലേറ്റർ വരെ എത്തുന്ന രീതി ഒന്ന് എടുത്തിട്ട് കട്ട് ചെയ്ത് സ്ട്രിപ്പ് ചെയ്തെടുക്കാം. ഇത് നമുക്കിനി പൊളാരിറ്റി അനുസരിച്ച് നമുക്ക് നമ്മുടെ മോട്ടറിലോട്ട് കണക്ട് ചെയ്യാം. മോട്ടറിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മുടെ മോട്ടർ ക്ലോക്ക് വൈസിൽ കറങ്ങിയാൽ മാത്രമേ നമുക്ക് കാറ്റ് കിട്ടത്തുള്ളൂ. ആൻറ്റി ക്ലോക്ക് വൈസിൽ കറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാറ്റ് കിട്ടത്തില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇപ്പം ഏതെങ്കിലും ബാറ്ററി യൂസ് ചെയ്ത് ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും, ഇപ്പം പോസിറ്റീവ് നെഗറ്റീവും വെച്ച് നോക്കുമ്പോൾ ഇത് ക്ലോക്ക് വൈസിലോട്ടാണ് കറങ്ങുന്നത്. എവിടെ വെക്കുമ്പോഴാണ് പോസിറ്റീവ്, എവിടെ പോസിറ്റീവ് വെക്കുമ്പോഴാണ് ക്ലോക്ക് വൈസിലോട്ട് കറങ്ങുന്നത് എന്നൊക്കെ നോക്കിയിട്ട് വേണം കണക്ട് ചെയ്യാൻ. ഇപ്പം നമ്മുടെ ഈ എൽബോയ്ക്കകത്തോട്ട് ഇത് കയറി ലൂസ്, അതുകൊണ്ട് നമുക്ക് കുറച്ച് വൈറ്റ് ടേപ്പ് ചുറ്റിയിട്ട് കയറ്റി വെക്കാം. അപ്പോൾ കുറച്ച് ടൈറ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നമ്മൾ വൈറ്റ് ടേപ്പ് ചുറ്റി കഴിഞ്ഞ് നമുക്കിനി ഇത് ഇതിലോട്ട് ഫിക്സ് ചെയ്യാം. അപ്പോൾ കുറച്ച് ടൈറ്റായിട്ട് ഇരിപ്പുണ്ട്. വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഗ്ലൂ യൂസ് ചെയ്ത്, ഗ്ലൂ ഗണ്ണോ യൂസ് ചെയ്ത് നമുക്കൊന്ന് ഒട്ടിച്ച് വെക്കാം. നമുക്ക് എന്തൊക്കെ കമ്പോണൻസ് വേണം? PN55 ഒരു മോസ്ഫെറ്റ്, 10K റെസിസ്റ്റർ, 47K പോർട്ട്, ഒരു ഫീമെയിൽ കണക്ടറും കൂടെ, ചാർജറിൻ്റെ കണക്ടറും കൂടെ. നമുക്ക് 10Kയുടെ റെസിസ്റ്റർ അതിൻ്റെ ഫസ്റ്റ് ലെഗിലായിട്ട്, മോസ്ഫെറ്റിൻ്റെ ഫസ്റ്റ് ലെഗിലായിട്ട് കൊടുക്കുക. ഇനി ഒരു വയറെടുത്ത് നമുക്ക് ആ നമ്മൾ കൊടുത്ത റെസിസ്റ്ററിൻ്റെ വേറൊരു അറ്റത്ത് ഒന്ന് സോൾഡർ ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയൊന്ന് വയർ കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മുടെ മോട്ടറിൻ്റെ റെഡ് വയർ എടുത്ത് ആ മോസ്ഫെറ്റിൻ്റെ 3ാമത്തെ ലെഗിലോട്ട് കണക്ട് ചെയ്യാം. എന്നിട്ട് മോട്ടറിൽ കണക്ട് ചെയ്യുന്ന ബ്ലാക്ക് വയർ എടുത്ത് നമുക്ക് പോർട്ടിലേക്ക് കണക്ട് ചെയ്യാം. പോർട്ടിലെ 3ാമത്തെ ലെഗിലോട്ട് ആ വയർ കണക്ട് ചെയ്യാം. നമ്മൾ ഈ 10K റെസിസ്റ്ററിൽ കൊടുത്ത ആ ബ്ലാക്ക് വയർ നമുക്ക് പോർട്ടിൻ്റെ അടുക്കത്തെ ലെഗിലേക്ക് കണക്ട് ചെയ്യാം. ബാക്കി ഇങ്ങനെ നിൽക്കുന്ന വയർ കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് നീളമുള്ളൊരു ബ്ലാക്ക് വയർ എടുക്കുക. ഇത് നമ്മുടെ ഈ മോട്ടറിലേക്ക് സപ്ലൈ കൊടുക്കാനുള്ള വയർ. അത് നമുക്ക് തേർഡ് ലെഗിൽ തന്നെ കൊടുക്കാം. പോർട്ടിൻ്റെ തേർഡ് ലെഗിൽ തന്നെ കൊടുക്കാം. 3ാമത്തെ ലെഗിൽ തന്നെ കൊടുക്കാം. ഇനിയൊരു വയർ എടുത്തിട്ട് നമുക്ക് നമ്മുടെ മോസ്ഫെറ്റിൻ്റെ 2ാമത്തെ ലെഗിലായിട്ട് കണക്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മറ്റേ അറ്റം നമ്മുടെ പോർട്ടിൻ്റെ ആദ്യത്തെ ലെഗിൽ കണക്ട് ചെയ്യാം. നമുക്കിനി ഒരു റെഡ് നീളമുള്ള വയർ എടുക്കാം. അത് നമുക്ക് പോർട്ടിൻ്റെ ആ ആദ്യത്തെ ലെഗിൽ തന്നെ കണക്ട് ചെയ്യാം. ഇത് നമ്മൾ
ഈ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാനാണ്. അതുകൊണ്ട് നീളമുള്ള വയർ തന്നെ ഉപയോഗിക്കാം. ഇനി നമുക്ക് ഒരു ഹോൾ ഇടാം. നമ്മൾ നേരത്തെ അടയാളം ചെയ്തെടുത്തൊരു ഹോൾ ഇടാം നമ്മുടെ റെഗുലേറ്റർ ഫിറ്റ് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ സോൾഡറിങ് അയൺ വെച്ചാണ് ഹോൾ ഇടുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഹോൾ ഇടാം. എന്നിട്ട് നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് ഇച്ചിരി വലിയ ഹോളാക്കാം. നമുക്കിനി നമ്മുടെ പോട്ട് അതിലേക്ക് കയറുമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം അതിലൊരു നട്ട് കാണും. നമുക്കതൊന്ന് ജസ്റ്റ് ലൂസ് ചെയ്ത് അഴിച്ചെടുത്തിട്ട് അത് നമുക്കൊന്ന് കയറ്റി നോക്കാം. പിച്ച് ടൈൽ വലുതായിട്ടില്ല. നമുക്കൊന്നുകൂടെ ഹോള് ഇച്ചിരി കൂടെ വലുതാക്കി എടുക്കാം. നമുക്കിനി ഇത് ഇതിനകത്തോട്ട് കയറ്റി വെച്ച് നട്ടിട്ട് മുറുക്കാം. ഇനി നമ്മുടെ മോസറ്റ് അതിനകത്തോട്ട് ഗ്ലൂ തേച്ചിട്ട് നമുക്കതിനകത്ത് ഒട്ടിച്ച് വെക്കാം. എന്നിട്ടിത് കണക്ട് ചെയ്യാം. ഇതൊന്ന് ഗ്ലൂ ചെയ്ത് ഒട്ടിച്ച് വെക്കാം നല്ലോണം ഫിറ്റായിട്ടിരിക്കാൻ വേണ്ടി. ഇവിടെ ആയിട്ടൊരു ഹോൾ ഇടാം നമുക്ക് നമ്മുടെ ഫീമെയിൽ പോട്ട് ഇറക്കി വെക്കാൻ വേണ്ടി. ഇനി നമുക്ക് നമ്മൾ ആ കണക്ഷൻ കൊടുക്കാൻ പറ്റുന്ന വയർ ഈ ഹോളിനകത്തോട്ട് ഇറക്കിയെടുക്കാം. ഇറക്കിയെടുത്ത ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള നീളത്തിന് അത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് മാറ്റി സ്ട്രിപ്പ് ചെയ്തെടുക്കാം. അതിൽ കുറച്ച് ലെഡ് അപ്ലൈ ചെയ്യാം. ലെഡ് അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് ഈ കാണുന്ന കൂട്ട് തന്നെ അതിലേക്ക് കണക്ട് ചെയ്യാം. ആ ബ്ലാക്ക് വയർ ആ നടുക്കൂന്ന് വരുന്ന ആ ലെഗിലോട്ട് തന്നെ കണക്ട് ചെയ്യുക. ആ റെഡ് വയർ ആ സൈഡിൽ കാണുന്ന വയർ ആ ലെഗിലും കണക്ട് ചെയ്യുക.
നമുക്കിനി നീണ്ടു കിടക്കുന്ന വയർ അധികം വന്ന വയർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിനി അത് നമ്മുടെ സ്റ്റാൻഡിലോട്ടല്ല നമ്മുടെ ഫാനിലോട്ട് അത് സെറ്റ് ചെയ്യാം. ഇപ്പം നമ്മളിത് ഹോള് ചെറുതായി ടൈറ്റായി ഉള്ളോട്ട് അധികം കയറുന്നില്ല, എന്നാലും ഫിറ്റായിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലീഫിലോട്ട് കണക്ട് ചെയ്യാം. ഈ ലീഫ് ഇലക്ട്രോണിക് ഷോപ്പുകളിൽ കിട്ടുന്നതാണ്. അത് ഇലക്ട്രോണിക് ഷോപ്പുകളിൽ തിരക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ലീഫ് കിട്ടുന്നതായിരിക്കും. ഇനി ഒരു നോബ് നമുക്ക് ആവശ്യമാണ്. ആ നോബ് ഇവിടെ കണക്ട് ചെയ്യും. ഇനി നമ്മൾ ഉണങ്ങി സെറ്റായിട്ടുണ്ട്. ഇപ്പം 2 ദിവസം വെച്ചിരുന്ന് 2 ദിവസമൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ സെറ്റാണ്. ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് നമ്മുടെ ഫാനൊന്ന് ടെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇതിലും നല്ല വീഡിയോകൾ ഇനിയും കാണാനേ ഈ മാടെക് മലയാളം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്ന നമ്മുടെ ക്യാമറമാൻ ബിമനോടൊപ്പം ഇറ്റ്സ് മീ അഗസ്റ്റ്.